നമ്മുടെ പ്രേക്ഷകർക്ക് എനിക്കൊരു പാട്ട് തരണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏത് പാട്ട് പാടും? അല്ല, ഈ പാട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു സൗഹൃദത്തിന് ഒരു എന്താ പറയുക, കൂട്ടായ്മ എല്ലാം ഉള്ളൊരു വൈബാണ്. ഞങ്ങളിവിടെ കുറെ കാലം കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾ ചെയ്തു ഈ സൗഹൃദത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു ട്രോഫിയോ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാന്ന് ഒരു മെമ്മോയർ ആണ്. അതെ, എക്സാക്ട്ലി. ഈ മെമ്മോയർ എന്നൊരു പ്ലാനിൽ ഞാൻ ഓണമായല്ലോ, അപ്പോൾ ഒരു പാട്ട് ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തെ കേൾപ്പിച്ചു. കേട്ടുണ്ടെ പറഞ്ഞു അടാ കൊള്ളാം, അത് നീ അങ്ങനെ കുറച്ച് ബീറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നു പറഞ്ഞു. അല്ല, ഇതിനകത്ത് വേറെ കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾ മൂന്നുപേരും ഫ്രണ്ട്സ്, പക്ഷെ അതിനകത്ത് ദിവ്യ പിള്ളെ കാണുന്നുണ്ട്, ദീപ പോൾ ഉണ്ട്. ആക്ച്വലി ഈ പാട്ട് വിജയ് യേശുദാസ് ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതാണ് യാത്ര പോകുന്ന ആ ഒരു വൈബിങ് ഫ്രണ്ട്സ് ഒക്കെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ആർട്ടിസ്റ്റിനെ അധികം തപ്പി പോകേണ്ടി വന്നിട്ടില്ല. ഇല്ലല്ല, അങ്ങനെയല്ല. അതെന്താ വെച്ചാൽ ഞങ്ങള് ഈ പറഞ്ഞ സമയത്തിന്റെ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ ഇങ്ങേര് ട്രെയിൻ കയറി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ചെന്നൈയിൽ ഇരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ദിവസം സഡനായിട്ട് ഫ്ലൈറ്റും ബുക്ക് ചെയ്ത് ഞാനും എത്തി കറക്റ്റായിട്ട്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ചാൾസിന്റെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ കയറി. അന്ന് ഹോൾ ഡേ ബുധനാഴ്ച 13th ഞങ്ങൾ ഫുൾ റെക്കോർഡ് ചെയ്തു. 3 പേരും കൂടെയും മാറി മാറി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ചെയ്ത് രാത്രി 1 മണിക്കാണ് തീരുന്നത്. പിന്നെ അന്ന് അടുത്ത വെളുപ്പിൻ്റെ ഫ്ലൈറ്റിനാണ് ഞാൻ എന്നിട്ട് ചെന്നൈ പോയിട്ട് തിരിച്ച് പിന്നെയും വെള്ളിയാഴ്ച രാവിലെ വന്നു. പിന്നെ ഈ കുക്കുനെയും കുക്കുനെ വിളിച്ചു. നമ്മുടെ സജന ചേച്ചി കൊറിയോഗ്രാഫർ, പുള്ളിക്കാരെയും വിളിച്ചു. ഇങ്ങനത്തെ ഇതിനൊക്കെ നമുക്ക് കുറച്ച് നല്ല കുട്ടികൾ വേണം, അതുപോലെ തന്നെ സജന ചേച്ചി ഫ്രീ ആണോ. അപ്പോൾ അവരെല്ലാവരും വേറെ ഒരു ഫംഗ്ഷൻ ഒരു പ്രോഗ്രാം തിരക്കിലിരിക്കുക. പക്ഷെ കുക്കു അങ്ങനെ സജസ്റ്റ് ചെയ്ത് തന്ന ഒരു ആളാണ് ഋഷി എന്ന് പറഞ്ഞിട്ട്, ഋഷിദൻ എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടർ കൊറിയോഗ്രാഫർ. അങ്ങനെ പുള്ളി അതിൽ വരുന്നു. അവർ 1-2 ദിവസത്തും കൊണ്ട് ഞങ്ങൾ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്ത് അവർ റക്കി ഒക്കെ ചെയ്ത് ഒരുമാതിരി സ്ഥലമൊക്കെ ഒരു 2-3 സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെയാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു റിസോർട്ട് ഒരു പ്രാവശ്യം പോയി ഒരു ഷൂട്ടിന് പോയിട്ടുണ്ട്, ഫോട്ടോഷൂട്ടിന്. അവിടെ ചോദിച്ചപ്പോഴത്തേക്കും ഇവരവിടെ പോയി നോക്കി, അവർക്ക് ഓക്കെ ആയി, സെറ്റായി. അവർ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു 19th ഒരു ദിവസമേ ഉള്ളൂ ഷൂട്ട്, അവിടെ അവർക്ക് ഫ്രീ ഉള്ളൂ. അങ്ങനെ ആ ഒരു ദിവസം കൊണ്ട് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പോയി. അപ്പൊ ഈ ഒരു 2-3 ദിവസം ടൈമുള്ളത് ഷൂട്ട് ചെയ്യാൻ. വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ അപ്പൊ അതിൽ എൻ്റെ കമ്പനിയാണ് ഞങ്ങളത് ടേക്ക് ഓവർ ചെയ്ത്. ഇൻ ദ സെൻസ് ഒരുമിച്ച് നമ്മളെല്ലാവരും കൂടി ചെയ്യണമെങ്കിൽ അത് നന്നായിട്ട് വരണമെങ്കിൽ അതിന് ഈ പാട്ട് ഫൈനലി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇത് വെറുതെ ചുമ്മാ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന പോലെ കാണിച്ചാൽ അതിനൊരു ഇഫക്റ്റ് ഉണ്ടാവില്ല. ഈ സോങ്ങിനൊരു സെലിബ്രേഷൻ മോഡ് വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ക്വിക്കായിട്ട് പ്ലാൻ ചെയ്തൊരു ഷൂട്ടാണ്. അങ്ങനെ ക്വിക്കായിട്ട് ക്ലോസ് ആയിട്ടുള്ളവരെയൊക്കെ വിളിച്ചു. ആ ക്ലോസ് ആയിട്ടുള്ളവരെ ആത്മാർത്ഥതയോടെ രാവിലെ 6 മണി തൊട്ട് രാത്രി 2 മണി വരെ വന്ന് അത് ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തു, ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇവരാരും ദിവ്യ പിള്ള ആയാലും, ദിയ ആയാലും, ദീപ പോൾ ആയാലും, കുക്കു ആയാലും, ബാക്കി എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള വിജയ് മൂലൻ, കാശ്മീര, അതിൽ ജയ് മസാല, അവരും ജയ് സ്പൈസസ്, അവരും അതിന് കൂടെ ഒരു സ്പോൺസറായിട്ട് കയറി. അങ്ങനെ അതെ, വിളമ്പുന്നതും അതൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു സഹായം വന്നുകൊണ്ടും ഈ സാധനം എങ്ങനെയൊക്കെയോ നമ്മുടെ പ്രേക്ഷകരുണ്ടല്ലോ, ഞാൻ ഈ കഥയൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ തുരിതുരാ മെസ്സേജ് വരികയാണ്. ഓണം വൈബിൽ ഒരു പാട്ട് പിടി മച്ചാനെ എന്ന് പറഞ്ഞുള്ള ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞില്ലെങ്കിൽ അതാണ് ഞാൻ അതുകൊണ്ട് തടസ്സപ്പെടുത്താതിരുന്നത്. അപ്പൊ നമ്മൾ ആ കഥ കേട്ടു. ഇനിയിപ്പോ നമുക്ക് കേൾക്കേണ്ടത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ / സിംഗർ ആദ്യം പാടട്ടെ. ഈ ചെറുപ്പക്കാർക്ക് എപ്പോഴും നമ്മൾ ചാൻസ് കൊടുക്കണം എന്ന് പറയുന്നത് എന്നാണ്. അതുകൊണ്ട് നീ എന്നെ ആദ്യം പാട്. ഈ പാട്ടൊക്കെ കേട്ടല്ലോ. അല്ല, ആദ്യം പാടിയിരിക്കുന്ന ആരാണ്? വിജയല്ലേ? പണി ഏതാ പാടാ? ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ പാടാം അല്ലേ? ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ അവിടുന്ന് ഓടിച്ച് ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോ ഏതോ ഇങ്ങനെ പാടി ഇങ്ങനെ മനസ്സിലിങ്ങനെ സഡനായിട്ട് എന്തുകൊണ്ട് ഈ പാട്ടിങ്ങനെ അല്ല അങ്ങനെ അത്രയും എല്ലാ വർഷം കേൾക്കും. പിന്നെ അത് ഉത്രാടപ്പൂതിലാവും, എല്ലാ വർഷം കേൾക്കും. അതെ. അപ്പോ ഇതൊന്ന് തിരുവാവണി രാവാണോ? അല്ല. പാതിരാ കിളി വരുപാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവ് നുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു പാതിരാ കിളി വരുപാൽ കടൽ കിളി ഓണനാളിൽ നീ
കഥയൊന്നു ചൊല്ലിവാ. പോരെ, ഹാപ്പി അല്ലേ? ഹാപ്പിയായി. ഇത് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ വേറൊരു വൈബാണിത്. വേറൊരു വൈബാണ്. അതായത് നമ്മൾ ട്രാക്ക് ഒന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് ആ ഒരു റോ ആയിട്ട് കേൾക്കാന്ന് പറയുന്നത്, അടുത്തുനിന്ന് കേൾക്കാന്ന് പറയുന്നത്. അപ്പോൾ അടുത്തുനിന്ന് കേൾക്കുന്ന വേറൊരു ഫീൽ. അതെ അതെ, നമ്മളിപ്പോൾ നമുക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ പാട്ട് പാടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോഴേക്കും ഒന്നിച്ച് പാടുന്നു. അപ്പോൾ ആ ഒരു ആൽബത്തിൽ എനിക്ക് തോന്നിയത് അതാണ്, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വൈബുണ്ട്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒത്തുചേരലാണ്. അപ്പോൾ ഒത്തുചേരൽ അവിടുന്ന് തുടങ്ങി. അപ്പോൾ അടുത്തത് ഉടനെ വേണം. പിന്നല്ലാതെ ഞാൻ പാടുവോ? എനിക്ക് പാടാൻ അറിയില്ല. അല്ല, നിങ്ങൾ പാടുന്ന അത് വേണ്ടെന്ന് പറഞ്ഞൊരു പാട്ടാണ്, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതാണ് ഞാൻ സ്ഥിരം നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ്. അപ്പം ദാസേട്ടന്റെ പാട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പാടിയാലോ? ഇതിന്റെ ഹോൾസെയിൽ ഡീലർ ഇദ്ദേഹമാണ്. അപ്പൊ പിന്നെ നമുക്ക് ഹോൾസെയിൽ ഡീലറിലേക്ക് പോകണം. അല്ല, ഒരുമിച്ച് പാടാല്ലേ? ഒരുമിച്ച് ഹോൾസെയിൽ ഡീലർ അല്ല, ചില്ലറ കച്ചവടക്കാരനോട്. അതുകൊണ്ടാണ് മാറ്റി പിടിച്ചത്. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛന്റെ പാട്ടുകൾ പാടാനായിട്ട് ആവശ്യപ്പെടുമ്പോഴത്തേക്കും എന്താണ് തോന്നാറ്? അപ്പൊ തന്നെ പാടുവോ? പാടും. അത് നമുക്ക് ജന്മനാ കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് പിന്നെ അതിനെ നമ്മൾ വേറൊരു, കാരണം ലുക്കും ഒക്കെ ഏകദേശം ഇപ്പോ അതേപടിയായി വരികയാണ്. അതായി വരുന്നതല്ല, അത് ഇങ്ങനെ കുറച്ച് നാളായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നാണ് ഇപ്പൊ ഈ ഒരു ഷൂട്ടിന് വേണ്ടിയാണ് പിന്നെയും കറുപ്പിച്ചത്, ഡൈ ഒക്കെ അടിച്ച് ഫുൾ ബ്ലാക്ക് ആക്കി കുറച്ചൊന്നൊരു ഇങ്ങേരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി, ഇങ്ങേരുടെയും രഞ്ജിനിയുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി. പറഞ്ഞ പോലെ നമ്മള് രഞ്ജിനിനെ നമ്മൾ എന്താണ് ഉടനെ ഈ രഞ്ജിനി ഇതിനകത്ത് വലിയൊരു ഭാഗമാണ്. രഞ്ജിനി നന്നായിട്ട് പാടിയിട്ടുണ്ട്. രഞ്ജിനി യാത്രയിലാണ്. കേൾക്കണ്ട.